ഹരേ കൃഷ്ണ. കണ്ണൻ്റെ അമ്മാവനായ കംസൻ കൃഷ്ണനെയും ബലരാമനെയും വധിക്കാൻ പല വഴികളും നോക്കി പരാജയപ്പെട്ടു. ഒടുവിൽ മധുരയിൽ വെച്ച് നടക്കുന്ന ധനുർയാഗം എന്ന വില്ലുത്സവത്തിൽ അവരെ ക്ഷണിച്ചു. ഈ ഉത്സവത്തിൽ വെച്ച് ചതിപ്രയോഗത്തിലൂടെ അവരെ കൊല്ലാനായിരുന്നു കംസന്റെ പദ്ധതി. യാഗശാലയുടെ പ്രവേശന കവാടത്തിൽ കൃഷ്ണൻ വരുമ്പോൾ അവനെ ചവിട്ടിക്കൊല്ലാൻ അതിശക്തനും മദമിളകിയതുമായ കുവലയപീഠം എന്ന ആനയെ കംസൻ നിർത്തിയിരുന്നു. അംബഷ്ടൻ എന്ന ക്രൂരനായ പാപ്പാനായിരുന്നു ആനയെ നിയന്ത്രിച്ചത്. കൃഷ്ണനും ബലരാമനും യാഗശാലയുടെ വാതിലിലെത്തിയപ്പോൾ പാപ്പൻ ആനയെ കൃഷ്ണന് നേരെ തിരിച്ചുവിട്ടു. ആനയെ മാറ്റാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടെങ്കിലും പാപ്പാൻ അത് കേൾക്കാതെ ആനയെ കൊണ്ട് കണ്ണനെ ആക്രമിക്കാൻ ശ്രമിച്ചു. കുവലയപീഠം അതിൻ്റെ വലിയ തുമ്പിക്കൈ കൊണ്ട് കൃഷ്ണനെ പിടികൂടി. എന്നാൽ ഭഗവാൻ ആനയുടെ പിടിയിൽ നിന്ന് വളരെ നിസാരമായി വഴുതി മാറി. പിന്നീട് ആനയുടെ കാലുകൾക്കിടയിലൂടെയും പിന്നിലൂടെയും ഓടി അതിനെ വട്ടം ചുറ്റിച്ചു. ഒരു ചെറിയ കുട്ടി പൂച്ചക്കുട്ടിയോടൊപ്പം കളിക്കുന്നത് പോലെയാണ് ഭഗവാൻ ആനയോട് കളിച്ചത്. ദേഷ്യം വന്ന ആന തൻ്റെ കൊമ്പുകൾ കൊണ്ട് കൃഷ്ണനെ കുത്താൻ നോക്കിയെങ്കിലും കണ്ണൻ മാറി നിന്നു. കൊമ്പുകൾ മണ്ണിൽ തറഞ്ഞുപോയ ആനയെ കൃഷ്ണൻ അതിൻ്റെ വാലിൽ പിടിച്ച് വലിച്ച് 100 വില്ലെള്ളം ദൂരേക്ക് എറിഞ്ഞു. വീണ്ടും എഴുന്നേറ്റ് വന്ന ആനയെ കൃഷ്ണൻ ഒരു കളിമൃഗത്തെ പോലെ കൈകാര്യം ചെയ്തു. ഒടുവിൽ ആനയുടെ തുമ്പിക്കൈയിൽ പിടിച്ച് അതിനെ താഴെയിട്ടു. ഒരു കാലുകൊണ്ട് ആനയെ അമർത്തിപ്പിടിച്ച് അതിൻ്റെ മസ്തകത്തിൽ ചവിട്ടി അതിശക്തമായ 2 കൊമ്പുകളും പറിച്ചെടുത്തു. കുവലയപീഠത്തിനെ കൊന്ന ശേഷം ആ രക്തം പുരണ്ട കൊമ്പുകൾ തോളിൽ വെച്ചുകൊണ്ടാണ് കൃഷ്ണനും ബലരാമനും കംസന്റെ സദസ്സിലേക്ക് പ്രവേശിച്ചത്. ഈ കാഴ്ച കണ്ട കംസൻ ഭയന്നു വിറച്ചു. മധുരയിലെ ജനങ്ങൾ കണ്ണൻ്റെ ഈ വീരകൃത്യം കണ്ട് അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കുവലയപീഠത്തെ വധിക്കുന്നതായിട്ടായിരുന്നു. എല്ലാവരും ഈ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കൂ. ഹരേ കൃഷ്ണ.